ഹായ്, നമുക്ക് അടിപൊളി ഒരു തേങ്ങാച്ചോറായാലോ. വെള്ളിയാഴ്ചയൊക്കെ ആണല്ലോ. 1.5 ഗ്ലാസ് അരി ഒരു ചെറിയ ചെമ്പിലേക്ക് മാറ്റി വെക്കുക. അതിലേക്ക് ചീരുള്ളി, ഒരു 1/2 കപ്പ് ചീരുള്ളി, ഒരു 2-3 ഇല്ലി കറിവേപ്പില, ഒരു 1/2 മുറി തേങ്ങ, എന്നതിന് ശേഷം ഒരു 1/2 സ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂണ് മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മുടെ റൈസ് മൂടും വിധം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ബാക്കി നമ്മുടെ ബീഫ്, ഇതിലേക്ക് നമ്മൾ ബീഫാണ്, തേങ്ങാച്ചോർക്ക് ബീഫാണല്ലോ, ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. 1 കിലോ ബീഫാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അതിലേക്കുള്ള മസാലകളാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവ, ഗരം മസാല, അങ്ങനെ എല്ലാ ഐറ്റംസ് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതും കൂടി. പിന്നെ ഇഞ്ചി പേസ്റ്റ്, തക്കാളി, ഒരു 3-4 പച്ചമുളക്, ഒരു 100 ഗ്രാം ചീരുള്ളി തൊലി കളഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലൊന്നുമില്ലാത്ത ബീഫാണ്. എന്നതിന് ശേഷം നമ്മളൊരു കുക്കറിലേക്ക് ബീഫ് മാറ്റി വെക്കുക. അതിനുശേഷം ചീരുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ മസാല ഫുള്ളായിട്ട് ഒന്നിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇതേ രൂപത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഇത്തിരി വെള്ളമില്ലാത്തൊരു പ്രശ്നം കാണിക്കും. അപ്പോൾ ഇത്തിരി കൂടെ വെള്ളം ചേർത്തിട്ട്, ഓവർ വെള്ളം ഒഴിക്കരുത്, ആ കണ്ട രീതിക്കേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേ രൂപത്തിൽ ആയി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതാ നമുക്ക് സെർവ് ചെയ്യാനുള്ള പാകത്തിന് തേങ്ങാച്ചോറ് റെഡിയായി. നല്ല അടിപൊളി ബീഫ് കേട്ടോ. ബീഫ് കണ്ടില്ലേ, അതിലേക്ക് പപ്പടം, തൈര് ഇതും കൂടെ കൂട്ടി അങ്ങ് പിടിച്ച് കഴിച്ചാലുണ്ടല്ലോ, അടിപൊളി. പിന്നെ ബീഫിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നല്ല നാടൻ പോത്തായതുകൊണ്ട് അടിപൊളിയായിരുന്നു. കണ്ടില്ലേ, ബീഫിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഇതാ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാണ്ടോ, ഏതായാലും ഉണ്ടാക്കിയിട്ട് വിവരങ്ങൾ അറിയിക്കണേ. ഇതേ രൂപത്തിൽ കണ്ടില്ലേ, എന്തോ സ്മൂത്താണ് ബീഫ് എന്ന് പറയാം. ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇത്തിരി റൈസും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കും.